മനു, നമുക്കിനി പരിശോധിക്കേണ്ട ഒരു വിഷയം മുസ്ലിം സ്ത്രീ വോട്ടർമാരെ BJP ലക്ഷ്യമിടുന്നു എന്ന AIMIM പ്രസിഡന്റ് അസദുദ്ദീൻ ഒവൈസിയുടെ ഇന്നത്തെ പ്രസ്താവനയാണ്. അവർ മുസ്ലിം സ്ത്രീകളുടെ വോട്ടിംഗിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. ബുർഖ ധരിച്ച സ്ത്രീ വോട്ടർമാരുടെ ശരിയായ പരിശോധന നടത്തണമെന്ന BJP ഡൽഹി ഘടകത്തിന്റെ ആവശ്യത്തെ തുടർന്നാണ് അസദുദ്ദീൻ ഒവൈസി ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത്. ബുർഖ ധരിക്കുന്ന സ്ത്രീകളെ പ്രത്യേകം പരിശോധിക്കണമെന്ന് BJPയുടെ ഡൽഹി ഘടകം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഒവൈസി ട്വീറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ 5ാം ഘട്ട തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു. ഹൈദരാബാദിൽ ബുർഖ ധരിക്കുന്ന സ്ത്രീയെ പരിശോധിച്ചത് വലിയ രീതിയിലുള്ള പ്രശ്നമാവുകയും ചർച്ചയാവുകയും ചെയ്ത വിഷയമാണ്. അതിന്റെ ആവർത്തനമാണ് ഡൽഹിയിൽ ഉണ്ടാകുന്നത്. ഈ നമ്മളുടെ ജനപ്രാതിനിധ്യ നിയമം ഒക്കെ അനുസരിച്ച് എങ്ങനെയാണ് വോട്ടെടുപ്പ് വേണ്ടത് എന്ന കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിലപാടുകൾ ഉണ്ട് എന്നിരിക്കെ ഇത്തരം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയാണ്. അതെ, ഒവൈസിയും അത് തന്നെയാണ് പറഞ്ഞത്. ഒരാളെ എങ്ങനെ വോട്ട് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് അതിൽ കൃത്യമായ ട്വീറ്റിൽ അതാണ് പറയുന്നത്. ആളുകൾക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്, അവരെ പരിശോധിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു നിയമമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ വീണ്ടും ബുർക്ക ഒരു വിവാദമാക്കാൻ വരുന്നത് ഈ മുസ്ലിം വോട്ടർമാരെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ടിംഗ് തടസ്സപ്പെടുത്താനും അവരെ ഇതിൽ നിന്ന് അകറ്റി നിർത്താനും ഒക്കെ വേണ്ടിയാണ് അത് ഡൽഹിയിലും അവർ ഈ വിഷയം ഉന്നയിക്കുന്നത് എന്നാണ് ഒവൈസി പറഞ്ഞത്. ഇത് രേണു സൂചിപ്പിച്ചതുപോലെ 4ാം ഘട്ടത്തിൽ ഹൈദരാബാദിൽ ഈ വിഷയം വലിയ തോതിൽ ഒരു ചർച്ചയായി. കാരണം അവിടെ ഒവൈസിയെ നേരിട്ട മാധവി ലത എന്ന BJP സ്ഥാനാർത്ഥി, അവരൊരു നർത്തകിയൊക്കെയാണ്. പക്ഷേ അവർ അതിരൂക്ഷമായ ചില പ്രതികരണങ്ങൾ നടത്തി. അതിനെ തുടർന്ന് അവിടെ വലിയ തർക്കമൊക്കെ ഉണ്ട്. അവർ പോളിംഗ് ബൂത്തിൽ കുത്തിയിരുന്നു. ചില BJP പ്രവർത്തകരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അവരെ വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭം അവർ നടത്തി. മാത്രമല്ല, അതിൽ മാധവി ലതയ്ക്കെതിരെ അന്ന് കേസെടുക്കുകയും ചെയ്തു. ഈ കേസെടുത്ത സംഭവത്തെ അവർ പറഞ്ഞ് എനിക്കൊരു മെഡൽ കിട്ടി എന്ന തരത്തിൽ അന്ന് വലിയ അഭിമാനത്തോടു കൂടി ഇങ്ങനെ എനിക്കെതിരെ ഇത്തരം ഒരു കേസ് പോലീസ് എടുത്തതിൽ ഞാനതൊരു മെഡലായിട്ട് ആണ് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞു. ഏതായാലും പോലീസ് എന്ന വിഷയത്തിൽ IPC 171(c)യും 186 അതുപോലെ 501(a)യും ജനപ്രാതിനിധ്യ നിയമത്തിലെ 132 വകുപ്പുകൾ ഒക്കെ ചുമത്തി ഈ വിഷയത്തിൽ കേസെടുത്തു. തുടർന്ന് അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഈ മാധവി ലത എന്ന ഈ മുമ്പും ഇതുപോലെ സമാനമായ ഒരു തർക്കം നടത്തിയിട്ടുണ്ട്. അവർ ഈ രാംനവമി സമയത്ത് നമ്മൾ ഇത് അമ്പെയ്ത് അന്ന് രാവണനെ തകർക്കുന്ന ഒക്കെയുള്ള ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർ ഈ അമ്പെടുത്ത് ഒരു പള്ളിക്ക് നേരെ പിടിച്ചതൊക്കെ ഒരു വലിയ വിവാദമായ ഒരു BJP അണികൾ എന്തുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ പ്രവർത്തകർ നേതാക്കൾ എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി തന്നെ നാട് നീളെ നടന്ന് മുസ്ലിം വിരോധം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിറയ്ക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനെതിരെ പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ഏക സിവിൽ കോഡിനെ എതിർക്കുന്നു, പക്ഷേ അവർ ശരീഅത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവാദ പരാമർശം. അദ്ദേഹം അത് വേറൊരു തരത്തിൽ അത് അവതരിപ്പിക്കുകയാണെന്ന് വെച്ചാൽ മുസ്ലിം വോട്ട് ബാങ്കിനെ ബേസ് ചെയ്താണ് കോൺഗ്രസ് നിലനിൽക്കുന്നത്. കോൺഗ്രസ് ആ വോട്ട് ബാങ്ക് അവരുടെ സ്വന്തമാകും. അപ്പോൾ പ്രധാനമന്ത്രിക്ക് അറിയാം എന്തായാലും ഈ മുസ്ലിം വോട്ട് ബാങ്കിൽ നിന്ന് വലിയ സംഖ്യയൊന്നും അദ്ദേഹത്തെ BJPക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും മറുവശത്തിൻ്റെ കൺസോൾട്ടേഷൻ അദ്ദേഹം ലക്ഷ്യം വെക്കും എന്നുള്ള സാമാന്യ യുക്തി ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് മനസ്സിലാക്കിയതുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്നെ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് താഴെയുള്ള നേതാക്കളും അണികളും മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ പറയുന്നതല്ല ഉത്തരേന്ത്യയിൽ കോൺഗ്രസും പറയുന്നത്. ഇവരെല്ലാം അവിടെ എത്തുമ്പോൾ കാര്യം മാറുക. മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് വന്ന് ഈ കാര്യം പറയുകയും അല്ലാത്തടത്ത് എത്തുമ്പോൾ അവർക്ക് ഇപ്പോൾ CAA കുറിച്ച് ഉത്തരേന്ത്യയിൽ എന്താണ് നിലപാട്, NRCയെ കുറിച്ച് നോർത്ത് ഈസ്റ്റിൽ എന്താണ് നിലപാട്, അവിടെ എത്തുമ്പോൾ വേറെ കാര്യം പറയുക, ഇവിടെ എത്തുമ്പോൾ മറ്റൊരു കാര്യം പറയുക എന്ന നിലപാടാണ്. പൊളിച്ചു കാണിക്കുക എന്നുള്ളതാണ്. എന്തായാലും 6ാം ഘട്ടം നാളെ പോളിംഗ് ബൂത്തിൽ എത്തുകയാണ്. അതിനുശേഷം ഒരു ഘട്ടം കൂടിയാണ് അവശേഷിക്കുന്നത്. 7 ഘട്ടങ്ങളുള്ള തെരഞ്ഞെടുപ്പിലെ സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയാം. നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെയിൽ തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശകലനങ്ങളും ഇനി നാളെ.